ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावधीतमस्तु मा विद्विषावहे। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं। ओं नमो ब्रह्मादिभ्यो ब्रह्म विद्या संवृताय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वो वप्लवरहित प्रज्ञान घनः प्रत्यगर्थो ब्रह्मैवाहमस्मि। हरिः ओम्। ॐ शं नो मित्रः शं वरुणः शं नो भवत्वर्यमा शं न इन्द्रो बृहस्पतिः शं नो विष्णुरुक्रमः। नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्म वदिष्यामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्वक्तारमवतु अवतु माम् अवतु वक्तारम्। ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും ഹരി ഓം. തൈത്തിരീയ ഉപനിഷത്ത് ശിക്ഷാവല്ലി പഠനം നമ്മൾ ആരംഭിച്ചിരുന്നു. അതില് ആദ്യത്തെ അനുഭാഗത്തില് ശാന്തി പാഠം കണ്ടു. കൃഷ്ണ യജുർവേദീയ ശാന്തി പാഠങ്ങളിൽ ഒന്നായ ശംനോമിത്ര എന്ന് തുടങ്ങുന്ന ശാന്തി പാഠം എല്ലാ ദേവതകളുടെയും ഗുരുപരമ്പരയുടെയും ഭഗവാന്റെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിച്ചു. പഠനവേളകളിൽ ഒരു വിഘ്നവും ഉണ്ടാകരുതേ, അതിനായിട്ട് ശരീര മന ആരോഗ്യം നൽകണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. അതിനുശേഷം യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറഞ്ഞു, ശിക്ഷാശാസ്ത്രമാണ് ഞാൻ തൈത്തിരീയ ഉപനിഷത്തിൽ ആദ്യമായി പഠിപ്പിക്കാൻ പോകുന്നത്. അതിന്റെ ഒന്ന് ചുരുക്കി പറഞ്ഞു തന്നു. അതിനുശേഷം പറഞ്ഞു ഉപാസനകൾ ആവശ്യമാണ് എങ്കിലേ ഏതൊരു ശാസ്ത്രവും, ഉപനിഷത്തായിക്കോട്ടെ മറ്റ് വേദഭാഗങ്ങളായിക്കോട്ടെ കർമ്മകാണ്ഡമായിക്കോട്ടെ വേദാംഗങ്ങളായിക്കോട്ടെ അല്ലെ അപരാവിദ്യ ഭൗതികമായ വിദ്യകളായിക്കോട്ടെ, അതിനൊക്കെ എന്താണ് ശ്രദ്ധ ആവശ്യമാണ്, നമുക്ക് ബുദ്ധി ആവശ്യമാണ്, അല്ലെ ഓർമ്മശക്തി ആവശ്യമാണ്, ശ്രദ്ധിക്കുവാനുള്ള ഒരു മനസ്സ് ആവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾക്ക് ഉപാസനകളും പിന്നെ മേധാപ്രാർത്ഥനയുമായിരുന്നു നമ്മൾ പ്രധാനമായി കണ്ടത്. സംഹിത ഉപാസന, മേധാ സിദ്ധ്യർത്ഥ ആവഹന്തി ഹോമ മന്ത്രം, വ്യാഹൃതി ഉപാസന, അന്തർഹൃദയ ഉപാസന, പാന്ത ഉപാസന, പ്രണവ ഉപാസന, ഇത്രയും ഉപാസനകൾ കണ്ടതിന് ശേഷം യാജ്ഞവൽക്യ മഹർഷി നമ്മൾക്ക് സ്വാധ്യായ പ്രശംസ പറഞ്ഞു തന്നു. അല്ലെ, ആ സ്വാധ്യായത്തിന്റെ പ്രാധാന്യം നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഗുരുനാഥൻ നമ്മൾക്ക് സ്വാധ്യായത്തിന്റെ പ്രാധാന്യം പറഞ്ഞു തന്നു. അതിനുശേഷം ഏറ്റവും പരമപ്രധാനമായ ഒരു മന്ത്രം, നമുക്ക് ജപിക്കുന്നത് പോലും ശാന്തിയാണ്, സുഖമാണ്, നമുക്ക് മോക്ഷത്തിലേക്ക് ഈ മന്ത്രം നമ്മളെ നയിക്കും. അതിന് ബ്രഹ്മജ്ഞാന പ്രകാശക മന്ത്രം എന്നാണ് അതിന് പറയുന്നത്. അല്ലെ, ആ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട് അതിന്റെ അർത്ഥം, അല്ലെ, ബ്രഹ്മജ്ഞാന പ്രകാശക മന്ത്രം. അല്ലെ, ബ്രഹ്മജ്ഞാനത്തിലേക്ക് നയിക്കുന്ന, അതിന് വെട്ടം, അല്ലെ, പ്രകാശം നൽകുന്ന, നമ്മളെ വെളിച്ചത്തിലേക്ക്, മോക്ഷമാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കുന്ന പ്രധാന മന്ത്രമാണ് ഇത്. ഇത് ചൊല്ലുന്നത് പോലും നമ്മൾക്ക് പുണ്യമാണ്. കാണാണ്ട് പഠിക്കാൻ സാധിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണിത്. അഹം വൃക്ഷസ്യ രേരിവ
കീർത്തിപൃഷ്ടം ഗിരേരിവ ഊർധ്വപവിത്രോ വാജിനീവ സുമൃതമസ്മി ദ്രവിണഗും സവർച്ചസം സുമേധാമൃതോക്ഷിതഃ ഇതി ത്രിശങ്കോർവേദാനുവചനം. ത്രിശങ്കു എന്ന മഹർഷിക്ക് ലഭിച്ച ആ വേദവചനത്തിനെ നമ്മൾക്കും ഉള്ളിലാക്കുവാനായി ഗുരുപരമ്പര സഹായിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ 18 അനുവാദങ്ങൾ കണ്ടു. ഇനി അടുത്തത് 19 മുതൽ 22 വരെയുള്ള അനുവാദങ്ങളാണ്. ഇതിന് പറയുന്ന പേര് ശിഷ്യ അനുശാസനം. വേണ്ടവർ എഴുതിക്കോളൂ. ശിഷ്യ അനുശാസനം എന്നാണ് ഈ അനുവാദങ്ങളുടെ ഹെഡിങ്. അതായത് അനുവാദം 19 മുതൽ 22 വരെ, അത് അവസാനിക്കുന്നത് വരെ ശിഷ്യ അനുശാസനം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രാധാന്യമാണ്. അതായത് ഈ ബ്രഹ്മവിദ്യാർത്ഥികൾ, അതായത് നമ്മളെ പോലെ ഉള്ളവര് ചെയ്യേണ്ട കടമകൾ എന്തൊക്കെ? ഈ നമ്മൾ ഗുരുകുലം അവിടെ വന്നു പഠിക്കുന്നു. എത്ര വർഷമാണോ നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാരാബ്ധം അനുസരിച്ച് പഠിക്കാൻ സാധിക്കും. പണ്ടൊക്കെ 12 വർഷമായിരുന്നു ഗുരുകുലവാസം. അങ്ങനെ ഗുരുകുലത്തിൽ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ അത് കഴിഞ്ഞ് ഒന്നെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായി സന്യാസാശ്രമത്തിലേക്ക് പോകാം. ഇല്ല എങ്കിൽ നമ്മൾക്ക് എന്താണ്, ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് ധർമ്മത്തോടുകൂടി ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാം. ഈ 2 ചോയ്സ് ഉണ്ട് നമ്മൾക്ക്. ഏത് വേണമെങ്കിലും അത് ഓരോരുത്തരുടെയും വാസനയ്ക്കനുസരിച്ച്, ഓരോരുത്തരുടെയും അഭിരുചികൾക്കനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഗുരുനാഥൻ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗുരുകുലത്തിൽ നിന്നും പഠിച്ചതിന് ശേഷം അത് ഉപാസനകൾ പറഞ്ഞു തന്നു, എങ്ങനെയാണ് ബ്രഹ്മവിദ്യ ഉൾക്കൊള്ളേണ്ടതെന്ന് അതെല്ലാം പറഞ്ഞതിന് ശേഷം നമുക്ക് ഇനിയും ഗുരുകുലം വിട്ടുപോവുകയാണെങ്കിൽ, നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ എങ്ങനെയായിരിക്കണം തൻ്റെ ഇനിയുള്ള ജീവിതം നയിക്കേണ്ടത്, അതിന് പറഞ്ഞു തരുന്ന എന്തൊക്കെയാണ് നമ്മളുടെ ധർമ്മം അല്ലെങ്കിൽ ഡ്യൂട്ടീസ്, കടമകൾ എന്തൊക്കെയാണ്, എങ്ങനെ നമ്മൾ ഇനിയുള്ള ശിഷ്ടകാലം ജീവിക്കണം, അത് വളരെ ചുരുക്കി പറഞ്ഞു തരികയാണ് 19 മുതൽ 22 വരെയുള്ള അനുവാദങ്ങൾ. നമ്മൾക്ക് ഈ കടമകൾ ചെയ്യേണ്ടത് ഒരു വേദവിദ്യാർത്ഥിയുടെ നിശ്ചയമായും ചെയ്യേണ്ട കടമയാണ്. അത് ചെയ്താൽ നല്ല സംസ്കാരം നമ്മൾക്കുണ്ടാകും. അതോടൊപ്പം നമ്മുടെ കുടുംബവും, ആരാണോ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകുന്നത് അദ്ദേഹം പിന്നെ കുടുംബസ്ഥനായല്ലോ. അപ്പോൾ അവര് എങ്ങനെ പുണ്യമാർജിക്കാം, അദ്ദേഹത്തിന് വേണ്ടിയും പത്നിക്ക് വേണ്ടിയും അല്ലെങ്കിൽ പതിക്ക് വേണ്ടിയും പുത്രപൗത്രന്മാർക്ക് വേണ്ടിയും ആ ഒരു വംശപരമ്പരയ്ക്ക് വേണ്ടിയൊക്കെയുള്ള പുണ്യം എങ്ങനെ ആർജിക്ക വേണം, അല്ലെ? അതിലൂടെ ആ ചിത്തശുദ്ധിയിലേക്ക് നയിക്കും. അത് കഴിഞ്ഞ് എന്താ, ഗൃഹസ്ഥാശ്രമം പ്രായം അവസാനിക്കുമ്പോൾ എന്താ, അവർക്ക് എന്താ ഒരു മടിയും കൂടാതെ, അല്ലെ, ഒരു വിഷമതകളും ഇല്ലാതെ അവർക്ക് വാനപ്രസ്ഥിയാകാൻ സാധിക്കും. പിന്നീട് സന്യാസാശ്രമത്തിലേക്ക് കടന്ന് അവർക്കും മോക്ഷത്തിലേക്ക് അവരെയും അനുനയിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് ശിഷ്യ അനുശാസനം, അല്ലെ, കോൺവക്കേഷണൽ അഡ്രസ് എന്നാണ് ഇതിന് മറ്റൊരു പേര് പറയുന്നത്. അതായത് നമ്മൾ ഗുരുകുലം വിട്ടുപോകുമ്പോൾ ഈ ഇത് ചൊല്ലാറുണ്ട്, ഈ അനുവാദങ്ങൾ നമ്മൾ ചൊല്ലാറുണ്ട്. നമ്മൾ ഇത് ചെയ്തു കൊള്ളാമെന്ന് പ്രതിജ്ഞ കൊടുക്കുകയാണ് ഗുരുവിന്, എന്തൊക്കെ ചെയ്യണമെന്ന് ഉപദേശിക്കുകയും കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. അനുവാദം 19 മുതൽ 22 വരെ നമുക്ക് ആദ്യം ഇതൊന്ന് പാരായണം ചെയ്യാൻ പഠിക്കാം. അനുവാദം 19 ആദ്യം പഠിക്കാം. ശിഷ്യ അനുശാസനം എന്നാണ് ഇതിന്റെ പേര്. വേദമനൂജാചാര്യോന്തേവാസിനം അനുശാസ്തി. സത്യം വധ, ധർമ്മം ചര. ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, വളരെ പോപ്പുലർ ആയിട്ടുള്ള മന്ത്രങ്ങളാണിത്. സ്വാധ്യായാൻമാ പ്രമദഃ, അവിടെ നീട്ടമുണ്ട്. സ്വാധ്യായാൻമാ പ്രമദഃ. ആചാര്യായ പ്രിയം ധനമാഹൃത്യ
പ്രജാതന്തും മാ വ്യവച്ചേസീഹി. സത്യാന്ന പ്രമദിതവ്യം, ധർമാന്ന പ്രമദിതവ്യം, കുശലാന്ന പ്രമദിതവ്യം, ഭൂത്യേന പ്രമദിതവ്യം, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. ഇവിടെ വരെയാണ് അനുഭാഗം 19. അപ്പൊ നിങ്ങളുടെ ബുക്കിൽ അടയാളപ്പെടുത്തണം. ഹെഡിങ് 19 മുതൽ 22 വരെ ശിഷ്യാനുശാസനം. അതിനുശേഷം 19 അനുഭാഗം വേദമനുജാചാര്യോന്തേ വാസന മനുശാസനം. അവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് അനുഭാഗം 19. പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യേണ്ടത് സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. അവിടെ വരെ അനുഭാഗം 19. പാരായണം ചെയ്യാം. വേദമനുജാചാര്യം ദേവാസിന മനുഷാസ്തി. വേദം അനൂജ ആചാര്യ അന്തേവാസിന അനുശാസ്തി. അതാണ് വാക്കുകൾ. വേദമനുജാചാര്യം ദേവാസിന മനുഷാസ്തി. സത്യം വധ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദഃ. സത്യം വധ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദഃ. ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ചേസീഹി. ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ചേസീഹി. സത്യാന്ന പ്രമദിതവ്യം, സത്യാന്ന പ്രമദിതവ്യം, ധർമാന്ന പ്രമദിതവ്യം, ധർമാന്ന പ്രമദിതവ്യം, കുശലാന്ന പ്രമദിതവ്യം, കുശലാന്ന പ്രമദിതവ്യം, ഭൂത്യേന പ്രമദിതവ്യം, ഭൂത്യേന പ്രമദിതവ്യം, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. ഒന്നുകൂടെ ചൊല്ലാം ഒരുമിച്ച്. വേദമനുജാചാര്യോൻ ദേവാസിന മനുഷാസ്തി. സത്യം വധ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദഃ. ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ചേസീഹി. സത്യാന്ന പ്രമദിതവ്യം, ധർമാന്ന പ്രമദിതവ്യം, കുശലാന്ന പ്രമദിതവ്യം, ഭൂത്യേന പ്രമദിതവ്യം, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. നമുക്ക് ഇതിന്റെ അർത്ഥത്തിലേക്ക് പോകാം. അനുഭാഗം 19 തുടങ്ങുന്നത് വേദം അനൂജ ആചാര്യ അന്തേവാസിനം അനുശാസ്തി. അതായത് ശിക്ഷാശാസ്ത്ര പഠന അനന്തരം അല്ലെങ്കിൽ ശബ്ദഗ്രഹണ അനന്തരം അല്ലെ. അപ്പം ഇവിടെ യാജ്ഞവൽക്യ മഹർഷി തൈത്തരീയ ഉപനിഷത്തില് ശിക്ഷാശാസ്ത്രമൊന്നും വിശദീകരിച്ച് പറഞ്ഞു തരുന്നില്ല. കുറച്ച് മാത്രം പറഞ്ഞ് പിന്നെ ഉപനിഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് വേണ്ട അധികാരങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ട സാധനകളും ഉപാസനകളും പറഞ്ഞു തന്നു. അതിനുശേഷം എന്താണ്, ഇങ്ങനെയൊക്കെ ജീവിക്കണം അല്ലെ, ഇങ്ങനെ ചിത്തശുദ്ധിയും വൈരാഗ്യവും ഒക്കെ ആർജിച്ച് മോക്ഷഗതിയിലേക്ക് നയിക്കുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞു തന്നതിന് ശേഷം ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏത് ആശ്രമവും അല്ലെ. ഇപ്പോൾ ബ്രഹ്മചര്യ ആശ്രമമാണ്. അതിനുശേഷം ഇനി നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ബ്രഹ്മചര്യ ആശ്രമത്തിന് ശേഷം ഗൃഹസ്ഥാശ്രമിയാകുക, അല്ലെങ്കിൽ പഠനകാലത്തിന് ശേഷം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുക, അല്ലെങ്കിൽ എന്താ പഠനത്തിന് ശേഷം അത് തുടർന്ന് പഠിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാതെ മോക്ഷത്തിലേക്ക് തൻ്റെ ശരീരവും മനസ്സും ജീവിതവും ഒഴിഞ്ഞു വെക്കുക. അതെ, ഇത് 2ആണുള്ളത്. ഒന്ന് ബ്രഹ്മചാരി കഴിഞ്ഞ് നൈഷ്ഠിക ബ്രഹ്മചര്യം, സന്യാസം.
പിന്നെ എന്താ, ബ്രഹ്മചാരി കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം. ഇത് രണ്ടുമാണ് ഒരു വേദ വിദ്യാർത്ഥിക്കുള്ള രണ്ട് ഓപ്ഷൻ. ഇതാ, ഏതും തിരഞ്ഞെടുക്കാം. അപ്പൊ ഇതിന് ശേഷം വേദമനൂചാചാര്യ അന്തേവാസിന മനുഷ്യാസ്, അതായത് വേദ പഠനത്തിന് ശേഷം അവിടെ കൂടിയിരിക്കുന്ന അന്തേവാസികൾ എല്ലാവർക്കും, അല്ലെ, അവരോടായിട്ട് ഇനി ആചാര്യൻ പറയുകയാണ്. അതാണ് ആചാര്യൻ, വേദമനൂജ ആചാര്യൻ, അതായത് ഈ ശിക്ഷാശാസ്ത്രം പഠിപ്പിച്ചു തരുന്ന ആചാര്യൻ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി, അദ്ദേഹം എന്താണ്, അന്തേവാസിനം, അന്തേവാസികളോട്, അന്തേവാസികൾ എന്ന് വെച്ചാൽ ഗുരുകുലത്തിൽ താമസിച്ച് ഗുരുവിനോടൊപ്പം തന്നെ താമസിച്ച് വിദ്യ അഭ്യസിക്കുന്നത്. അത് മാനസികമായും ശാരീരികമായും ഗുരുവിനോടും ഈശ്വരനോടും അടുത്ത് ജീവിക്കുക, വളരെ സിമ്പിളായിട്ട്, അല്ലെ, ഒരു സാധകനായി അല്ലെങ്കിൽ ഉപാസകനായി സാധുവായി ജീവിക്കുക, അതാണ് അന്തേവാസി എന്ന. ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, മാനസികമായിട്ടും ശാരീരികമായിട്ടും. അത് ഒന്നെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് എവിടെ ഇരുന്നാലും ഗുരുകുലത്തിൽ തന്നെയാണ് ഞാൻ വസിക്കുന്നത് എന്ന രീതിയിൽ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിതശൈലി നയിക്കുന്നവര്, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് തന്നെ ഗുരുകുലത്തിൽ പോയി ഗുരുവിന്റെ അടുത്ത് ശിക്ഷണം അഭ്യസിക്കുന്നു, അങ്ങനെയുള്ളവർ അന്തേവാസം. അതാണ് ഞാൻ പറഞ്ഞത്, ശാരീരികമായും മാനസികമായും ഗുരുവിനോടും ശാസ്ത്രത്തിനോടും ഈശ്വരനോടും അടുത്ത് വസിക്കുക. അങ്ങനെ ആര് വസിക്കുന്നോ അവരെയാണ് അന്തേവാസി എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അന്തേവാസികളോട്, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞ നമ്മളോട് ഓരോരുത്തരോടുമായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി പറയുക, ആചാര്യൻ നമ്മളോട് അനുശാസ്തി, അനുശാസ്തി എന്ന് വെച്ചാൽ അനുശസിച്ചു, ഈ വിധം പറഞ്ഞു. അതാണ് എന്തൊക്കെയാണ് ഇനി പറയാൻ പോകുന്നതാണ്, ഈ വിധം പറയാനുന്നു എന്താ, അതായത് യു മസ്റ്റ് ഒബേ, അതാണ് അനുശാസ്തി, നിങ്ങൾ ഈ വിധം തീർച്ചയായും ചെയ്യണം. അതാണ് അനുശാസിക്കുക എന്ന് വെച്ചാൽ, അല്ലെ, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും അത് ഒബേ ചെയ്യണം, അതാണ് അനുശാസ്തി. അപ്പൊ ആചാര്യൻ നമ്മളോട് പറയുക എന്താണ്, വേദമനുജാചാര്യൻ, അതായത് വേദശാസ്ത്രം നമ്മൾക്ക് പറഞ്ഞു തന്ന ഈ ഉപാസനാ വിധികളൊക്കെ പറഞ്ഞു തന്ന, ഇത്രയും ദിവസം നമ്മളെ പഠിപ്പിച്ച ആ ആചാര്യൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുകയാണ്. ഇത് സത്യം വധ, അല്ലെ, സത്യത്തെ പറയ വേണം, അല്ലെ, ധർമ്മം ചര, അടുത്തത് ധർമ്മത്തെ ചരിക്ക വേണം, അല്ലെ, അതായത് ധർമ്മത്തെ ആചരിക്ക വേണം. അപ്പൊ നമ്മള് സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, അല്ലാത്തടത്ത് മൗനമായിരിക്കുക. ഇപ്പൊ എനിക്ക് സത്യം പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവിടെ മൗനമായിരിക്കുക. അല്ലെങ്കിൽ ഞാൻ സത്യം പറയുന്നത് കൊണ്ട് ലോകത്തിനോ മറ്റുള്ളവർക്കോ ദുഃഖമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ മൗനമായിരിക്കുക. അല്ലെങ്കിൽ എന്റെ സത്യം ലോകത്തിനെ അറിയിക്കണം എന്ന് പറഞ്ഞു പ്രസംഗിച്ച് നടക്കുകയൊന്നും വേണ്ട. നമ്മള് സത്യസന്ധരാണ്, കാലം ആ അത് തെളിയിച്ചോളും, അല്ലെ, നമ്മൾ കാലം നമ്മളെ കൂടെ ഉണ്ടായിരിക്കും, അല്ലെ, മറ്റുള്ള അധികം പ്രഹസനങ്ങൾക്ക് പോകാതിരിക്കുക, അതാണ് ഇത്. അതായത് ഇവിടെ വേദം പഠിച്ചു കഴിഞ്ഞ് ഇനിയും തിരിച്ചു ഗുരുകുലത്തിൽ നിന്നും മടങ്ങി പോവുകയാണ്. അപ്പൊ അവരെന്തായിരിക്കണം, വളരെ സാധുവിനെ പോലെ ജീവിക്കണം, ഒരുപാട് വ്യവഹാരത്തിന് പോകാതിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത എന്താണ്, ധർമ്മം ചര, ധർമ്മം എന്ന് വെച്ചാൽ എഴുതിക്കോളൂ, വേദവിഹിത കർമ്മം, വേദവിഹിത കർമ്മം, അതാണ് ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം. ഒന്നുകൂടെ പറയാം, വേദവിഹിത കർമ്മം, അതായത് വേദം പറയുന്ന പോലെ ജീവിക്കുക, ആ കർമ്മങ്ങൾ മാത്രം ചെയ്യുക, അല്ലെ. ഇപ്പം എന്നോട് പറയുകയാണ് മാംസം ഭക്ഷിക്കരുത്, എങ്കിൽ അത് ചെയ്യാതിരിക്കുക, അല്ലെ, സന്ധ്യാവന്ദനം ചെയ്യണം, അത് ചെയ്യുക, അല്ലെ, ഉപാസന തുടരണം, എങ്കിൽ അത് ചെയ്യുക, അല്ലെ, അല്ലെ, പത്നിയെ സംരക്ഷിക്കണം, പുത്രനെ സംരക്ഷിക്കണം, മാതാപിതാക്കളെ സംരക്ഷിക്കണം, ഇതൊക്കെ വേദം പറയുന്നതാണ്, നിശ്ചയമായും ചെയ്യണം എന്ന് പറയുന്നതാണ്. അതൊക്കെ ചെയ്യുക, അതാണ് വേദവിഹിത. ശ്രുതിയും സ്മൃതിയും എല്ലാം പറയുന്ന നമ്മുടെ ശാസ്ത്രം അനുസരിച്ച് ജീവിക്കുക,
അതാണ് ഉദ്ദേശിക്കുന്നത്. വേദവിഹിത കർമ്മം അല്ലാത്തത്, ഇപ്പൊ മാംസം ഭക്ഷിക്കരുത്, അത് വേദം പറയുന്നുണ്ട്, അത് നിശ്ചയമായും ഉപേക്ഷിക്കും. എങ്കിൽ അത് ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഉദാഹരണം പറയാണ്, അല്ലെ? നമ്മൾ ആരെയും വേദനിപ്പിക്കരുത്, അല്ലെ? ആരെയും ഉപദ്രവിക്കരുത്, മാനസികമായോ ശാരീരികമായോ ആരെയും ഉപദ്രവിക്കരുത്. ഇങ്ങനെയുള്ള കർമ്മം വേദം പറയുകയാണ്, അത് ചെയ്യുക. എന്തിന് എന്നോട് ഇത് പറഞ്ഞു എന്ന് ചോദ്യമേ ഇല്ല, കാരണം വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യരുത്, അല്ലെ? ഡൂസ് ആൻഡ് ഡോൺസ്, അതാണ്. എന്തൊക്കെ എന്നോട് ചെയ്യണം എന്ന് പറയൂ അത് ഞാൻ ചെയ്യും, എന്തൊക്കെ ചെയ്യരുതെന്ന് പറയൂ അത് ചെയ്യില്ല. അതാണ് ധർമ്മം ചര. അതായത് അധർമ്മം ന ആചര. ധർമ്മം ചര എന്ന വാക്കിന്റെ അർത്ഥം അധർമ്മം ന ആചര. അധർമ്മം ഞാൻ ചെയ്യുകയില്ല, ആചരിക്കുകയില്ല. അതാണ് ധർമ്മം ചര എന്ന് പറയുന്നത്, അല്ലെ? ഒരു ഒരു സാധു ജീവിയെ ഉപദ്രവിക്കുക, വെറുതെ ചിലവരാണ് വെറുതെ പോകുമ്പോൾ കല്ലെടുത്തെറിയും, അത് അധർമ്മമാണ്. നമ്മൾ അത് ലോകത്തിലെ ഈശ്വര സൃഷ്ടിയായ ഒരു ജീവാത്മാവ്, അതിനെ നമ്മൾ അറിഞ്ഞോ അറിയാതെ വേദനിപ്പിക്കാതിരിക്കുക, അതാണ് ധർമ്മം. അല്ലാണ്ട് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്നതോ അല്ലെങ്കിൽ ഘോരഘോരമായി പ്രസംഗിക്കുന്നതോ ഇതൊന്നുമല്ല ധർമ്മം, അല്ലെ? എന്താണോ ഒരു സാധുവിനെ പോലെ ശാസ്ത്രം പറയുന്ന രീതിയിൽ എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞ് ഇത് ചെയ്യും, ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ ചോദ്യമില്ല, അവിടെ ചെയ്യില്ല, എങ്ങനെയുള്ള, അല്ലെ? പൂർണ്ണമായും ശാസ്ത്രത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവർ, അതാണ് ധർമ്മം ചര. ഒന്ന് പറഞ്ഞു, ഗുരുകുലത്തിൽ നിന്ന് പോയാലും നിങ്ങൾ എന്തായിരിക്കണം? സത്യം വധ ധർമ്മം ചര. അടുത്തത് മൂന്നാമത്തെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുകയാണ്, സ്വാധ്യായാത്മാ പ്രമദ. സ്വാധ്യായം, സ്വാധ്യായം എന്ന് വെച്ചാൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കുന്നതിനെയാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. ഒരിക്കൽ പഠിക്കുന്നത് പഠനം അല്ലെങ്കിൽ അധ്യയനം എന്ന് പറയും. റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നതിനെ സ്വാധ്യായം എന്ന് പറയും. ഒന്നുകൂടെ പറയാം, ആദ്യം പഠിക്കുന്നത്, ഇപ്പൊ തൈത്തിരി ഉപനിഷത്ത് ആദ്യം നമ്മൾ പഠിക്കും, അതെന്താണ്? അധ്യയനമാണ്. രണ്ടാമത് പഠിക്കുമ്പോൾ എന്താ? അത് സ്വാധ്യായം. പഠിച്ച കാര്യങ്ങൾ ആവർത്തിച്ച് പഠിക്കുന്നത്, അത് സ്വാധ്യായം. അപ്പോൾ ഗുരുകുലത്തിൽ നിന്ന് പോയാലും എന്താണ്? പഠനം ഉപേക്ഷിക്കരുത്, അതാണ് സ്വാധ്യായം. പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കുക. സ്വാധ്യായാൻ മാ പ്രമദ, അല്ലെ? അത് നീ ഒരിക്കലും അതിന് ഉപേക്ഷ വിചാരിക്കരുത്, അതാണ്. സ്വാധ്യായത്തിൽ നിന്നും നീ വ്യതിചലിക്കരുത്, അതാണ് ന പ്രമദ. സ്വാധ്യായത്തിൽ നിന്നും ഒരിക്കലും പുറകോട്ട് പോകരുത്. സ്വാധ്യായാൻ മാ പ്രമദ, നീ ഒരിക്കലും അതിന് ഉപേക്ഷ വിചാരിക്കരുത്. അതായത് സെൽഫ് സ്റ്റഡിയിൽ നെഗ്ലിജൻസ് പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇപ്പോഴും പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കും, അതിനാണ് സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത്, അല്ലേ? ഗുരുനാഥൻ എന്താണോ ഇത്രയും കാലം നമ്മൾക്ക് ഗുരുകുലത്തിൽ ഇരുന്ന് പഠിക്കുന്നത്, അത് നമ്മൾ ഗുരുകുലം വിട്ടുപോയാലും ആ പഠനം ഉപേക്ഷിക്കരുത്. കാരണം നമ്മൾ ഒരു 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 മാസം അല്ലെങ്കിൽ മാക്സിമം 2 3 മാസം പഠിക്കാതിരുന്ന് നോക്കൂ, പഠിച്ച കാര്യമൊക്കെ മറന്നു. ഇപ്പൊ നമ്മള് 4 വർഷം മുമ്പ് പഠിച്ച ഒരു ഉപനിഷത്ത് ഇപ്പൊ എടുത്തു നോക്കിയാൽ ഓർമ്മയില്ല. കാരണം എന്താ? 4 കൊല്ലം മുമ്പ് പഠിച്ചതാണ്. അപ്പൊ പഠിക്കുന്ന സമയത്ത് ഓർമ്മയുണ്ട്, പിന്നെ അത് മറന്നുപോകും. കാരണം നമ്മുടെ എന്താ പറയാ, മനുഷ്യന്റെ സ്വഭാവമാണ്, സഹജമായ സ്വഭാവമാണ്, അല്ലെ, മറവി എന്നത്. അപ്പോൾ എന്റെ ബുദ്ധിയിൽ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഓർക്കേണ്ടെങ്കിൽ അത് തന്നെ കൊടുത്തോണ്ടിരിക്കും. ഇപ്പൊ നമ്മള് ഗുരുകുലത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോ എന്നാ ഒരുപാട് ചിന്തകള്, അല്ലെ? പണം സമ്പാദിക്കണം, പുത്രപൗത്രന്മാരെ നോക്കണം, അല്ലെ? ഒരുപാട് കടമകൾ വരികയാണ് ഒരു അച്ഛനായാലോ അമ്മയായാലോ കഴിഞ്ഞാല്. അപ്പോഴെന്താ, നമ്മൾ പഠിച്ച കാര്യമൊക്കെ മറന്നുപോകും. കാരണം പിന്നെ നമ്മുടെ മനസ്സിലേക്കും ബുദ്ധിയിലേക്കും പുതിയ പുതിയ കാര്യങ്ങളാണ് വരും. അപ്പൊ പുതിയത് കാര്യം ഇരിക്കണമെങ്കിൽ പഴയതിനെയൊക്കെ മായ്ച്ചു കളഞ്ഞാലേ പുതിയതിന് ഇരിക്കാൻ സ്ഥലമുള്ളൂ. അപ്പൊ പഠിച്ച കാര്യമൊക്കെ മറന്നുപോകും. അപ്പോൾ അങ്ങനെ വരരുത്. അതുകൊണ്ട് എന്താ, നിത്യവും കുറച്ചെങ്കിലും ഒരു വരിയെങ്കിലും അല്ലെ ഒരു മന്ത്രമെങ്കിലും ജപിക്കണം എന്ന് ഗുരു നിർദ്ദേശിക്കുകയാണെന്ന്, അല്ലെ? ശാസ്ത്രം പഠിച്ചിട്ട് അത് ഉപേക്ഷിക്കുന്നത് പാപമാണ്, അല്ലെ? പഠിക്കാൻ പോകരുത്.
സാധാരണക്കാര്. നമ്മൾക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ടും ഗുരു പരമ്പരയുടെ അനുഗ്രഹം കൊണ്ടും പഠിക്കാൻ സാധിച്ചു. അതിന് നമ്മൾ പിന്നെ എന്താ, ജീവിതം അവസാനിക്കുന്നത് വരെ അത് നമ്മളൊരു ട്രഷറായിട്ട്, അതിനെ ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കണം. അല്ലെ? അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ എന്നും പോയി നോക്കും, അത് അവിടെ തന്നെ ഉണ്ടോ, അല്ലെ നമ്മളത് തൂത്ത് തുടച്ചു വെക്കും. അല്ലെ? മൂല്യമുള്ള വസ്തുക്കൾ അങ്ങനെയാണ്, സ്വർണം, രത്നങ്ങള്, അല്ലെ? ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്തേ വെക്കൂ. അപ്പൊ അതുപോലെ അത്രയും ജീവിതത്തില് എങ്ങനെ ജീവിക്കണമെന്ന ആ ഗൈഡൻസ് തരുന്ന ഗ്രന്ഥമാണ്, അല്ലെ പഠനമാണ്. അത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി മൂല്യവസ്തു സംരക്ഷിക്കുന്നത് പോലെ ഈ ശാസ്ത്രത്തിനെ, പഠിച്ച കാര്യത്തിനെ സംരക്ഷിക്കും. എങ്ങനെ സംരക്ഷിക്കും? നിത്യവും അത് സ്വാധ്യായം ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് സ്വാധ്യായാത്മ പ്രവതഃ. അല്ലെ? പഠിച്ച കാര്യം ഉപേക്ഷിക്കുന്നത് ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമായ പാപമെന്നാ പറയുന്നത്. നമ്മൾ ആരും അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. കുറച്ചെങ്കിലും, അധികം വേണ്ട, ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ പഠിച്ചത് ഏതെങ്കിലുമൊക്കെ ഗ്രന്ഥങ്ങളോ ഉപനിഷത്തുകളോ പ്രകരണ ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ ഇതിഹാസ പുരാണങ്ങളോ ഏതെങ്കിലുമൊക്കെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിക്കണം. അതാണ് പറയുന്നത്. ശാസ്ത്രം പഠിച്ചിട്ട് അത് ഉപേക്ഷിക്കരുത്. അല്ലെ? അത് ഉപേക്ഷിക്കാതിരിക്കാൻ നിത്യവും പാരായണ പഠനം നടത്തണം. അതിനുശേഷം ഇപ്പം ഗുരുകുലത്തിൽ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ചേസി. വലിയൊരു സെന്റൻസ് ആണ്. ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ചേസി. ആചാര്യായ, അതായത് ആചാര്യന്, അതായത് നമ്മൾ ഗുരുകുലത്തിൽ നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥന്, ശാസ്ത്രം പഠിപ്പിച്ചു തന്ന ഗുരുവിന് അല്ലെങ്കിൽ ആചാര്യൻ, പ്രിയം. പ്രിയം എന്ന് വെച്ചാൽ ഹിതമായിട്ടുള്ളത്, എന്താണോ ആവശ്യം. പ്രിയം എന്ന് വെച്ചാൽ ഇഷ്ടം എന്നുള്ള അർത്ഥമല്ല ഇവിടെ. സാധാരണ പ്രിയം എന്നാല് ലവ്, ഇഷ്ടം എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതല്ല ഇവിടെ. ഇവിടെ പ്രിയം എന്ന് വെച്ചാൽ ഹിതം, എന്താണോ ആവശ്യം. വാട്ട് ഹി നീഡ്. അത് ഗുരു, എന്താണോ ഗുരുവിന് ആവശ്യമായിട്ടുള്ളത്, അതാണ് ആചാര്യായ പ്രിയം. ശാസ്ത്രം പഠിപ്പിച്ചു തന്ന ആചാര്യന് ഹിതമായ കാര്യങ്ങൾ നീ ചെയ്യണം. എന്തൊക്കെയാണ്? ധനമാഹൃത്യ. നീ എന്താണ്? ധനത്തെ കൊണ്ട് കൊടുക്കണം. കാരണം എന്താ? നമ്മൾ പഠിച്ചിറങ്ങിയാൽ പിന്നെ ഗുരുകുലത്തിൽ അടുത്ത ബാച്ച് വന്നു, അവരെ ഫ്രീ ആയി പഠിപ്പിക്കണം. അവർക്ക് വസ്ത്രം, ആഹാരം, പാർപ്പിടം, അല്ലേ, എല്ലാം ഗുരുനാഥനാണ് പിന്നെ സംരക്ഷിക്കുന്നത്. അപ്പോൾ അത്രയും കാലം സംരക്ഷിക്കുവാനുള്ള സമ്പത്ത് എങ്ങനെയുണ്ട്? ഗുരു പോയി ജോലി ചെയ്ത് സമ്പാദിക്കുന്നില്ല. ഗുരുവിന്റെ എന്താണ്? എന്നും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? പഠിച്ചിറങ്ങിയ കുട്ടികള് പിന്നെ എന്താ, ഗുരുകുലം വിട്ടുപോയി അവര് ധനം അതായത് അവര് ധാർമ്മികമായ രീതിയിൽ ജോലി ചെയ്ത്, അല്ലെ, ആ സമ്പത്തിന് അതിന്റെ ഒരു അംശമെങ്കിലും ഗുരുകുലത്തിലേക്ക് സംഭാവനയായി കൊടുക്കണം. കാരണം അതാണ് ഏറ്റവും വലിയ കടമ. കാരണം എന്താ? ഈ ശാസ്ത്രം പിന്നെ എന്താ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ പരമ്പര തുടരാൻ വേണ്ടി. അല്ലെ? ഒന്നുമില്ലെങ്കിൽ ഗുരുകുലം നിന്നുപോകും. അപ്പോൾ അവിടെയുള്ള പുതിയ അന്തേവാസികൾക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം നമ്മൾ കൊടുക്കണം. പണ്ടൊക്കെ ഗുരുകുലത്തിലെ പഠനം കഴിഞ്ഞ് ബ്രഹ്മചാരികളെ പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾക്ക് ഭിക്ഷയ്ക്ക് വിടുമായിരുന്നു. അപ്പോൾ അവിടെ ഭിക്ഷ എന്ന് പറഞ്ഞാല് രാജാക്കന്മാരുടെ, അല്ലെ നാട്ടുരാജാക്കന്മാരുടെ, അല്ലെ വലിയ വലിയ സമ്പന്നരുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ, ഇന്ന ഗുരുവിന്റെ ശിഷ്യനാണ്, ഇന്ന ഗുരുകുലത്തിൽ നിന്നാണ് വരുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഭിക്ഷയായി തരണം എന്ന് പറഞ്ഞ് നമ്മൾ യാചിക്കും. അപ്പം അവരെന്താ എന്തെങ്കിലും തരും. അതെന്ത് ചെയ്യും? നേരെ കൊണ്ട് ഗുരുകുലത്തിൽ കൊടുക്കും. ഇപ്പോഴും കാശിയിലൊക്കെ ആ സമ്പ്രദായമുണ്ട്. നമ്മൾ ആശ്രമത്തിൽ നിന്ന് അവിടെ ചെന്നാല് ഭിക്ഷ തരും നമുക്ക്. ഉത്തരകാശിയിലൊക്കെ ഉണ്ട്. ഞങ്ങള് ഉത്തരകാശിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ, ഭിക്ഷയ്ക്ക് വിടുമായിരുന്നു ആചാര്യൻ. അപ്പൊ എന്താ, 100 രൂപ അല്ലെങ്കിൽ 200 രൂപ, ഇപ്പൊ അതൊക്കെ കിട്ടുമായിരുന്നു. അപ്പൊ എന്താ,
അത് വാങ്ങിച്ചിട്ട് അവിടെ ഭജന ഉണ്ടാവും, അതിലൊക്കെ പങ്കുചെല്ലും, സത്സംഗം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണം കിട്ടും. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഭിക്ഷ തരും. അതെന്ത് ചെയ്യും? അത് വാങ്ങിച്ചിട്ട് ഓടി തിരിച്ചു വന്നിട്ട് ഗുരുവിന്റെ പാദത്തിൽ വലിയ സന്തോഷമാണ് അപ്പൊ സ്വാമിജിക്ക്. അല്ലെ? ഭയങ്കര ചിരിച്ചുകൊണ്ട് വാങ്ങുന്ന ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ടത്. സ്വാമിജി അത് വാങ്ങിച്ചിട്ട് അനുഗ്രഹിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അത് നമ്മളെ നിലനിർത്തണ്ട, അതിനു വേണ്ടി ആ സമ്പത്ത് ഉപയോഗിക്കും. അപ്പൊ ഇപ്പോഴും ആ ആചാരമുണ്ട്. അപ്പൊ നമ്മൾ അത് ചെയ്യണം. ഇപ്പൊ പഠിച്ചിറങ്ങിയാലും എന്താ, ആചാര്യന് എന്തെങ്കിലും ദക്ഷിണ കൊടുക്കണം. അത് നമ്മുടെ അനുഗ്രഹത്തിന്, അല്ലെ, നമ്മുടെ പരമ്പരയ്ക്ക് വേണ്ടിയാണ്. അത് ചെയ്യണം. അതാണ് ആചാര്യായ പ്രിയം അതാണ് പ്രിയം എന്നുള്ള വാക്ക്. ഹിതം, എന്താണോ ആവശ്യമുള്ളത് അത് കൊടുക്കണം. ഇപ്പൊ എന്റെ വീട്ടിൽ ഒരുപാട് ചക്കയുണ്ട്, എനിക്ക് ആവശ്യമില്ല അത്, എന്നാ പിന്നെ ഗുരുകുലത്തിൽ കൊണ്ട് കൊടുത്തേ, അങ്ങനെയല്ല. നമുക്ക് ആവശ്യമില്ലാത്ത, അല്ലെ, നമുക്ക് വേണ്ടാത്തത് കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമാകരുത്. അല്ലെ, ഹിതമായിട്ടുള്ളത് എന്താണോ ആവശ്യമായിട്ടുള്ളത് ആ ആവശ്യം അറിഞ്ഞ് നമ്മൾ ചെയ്യണം. അല്ലാണ്ട് നമ്മൾ ആവശ്യമില്ലാത്തതാണ് ചെയ്യുന്നതെങ്കിൽ അത് വീണ്ടും പാപമായി വരും. അതുകൊണ്ട് ആവശ്യമുള്ളത് കൊടുക്ക വേണം എന്ന് പറയുകയാണ്. ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേസിഹി. എന്തിനു വേണ്ടി ധനമാഹൃത്യ, ധനം കൊണ്ട് കൊടുക്കണം, ഹിതമായ ധനം കൊടുക്കണം. പ്രജാതന്തും, പ്രജാതന്തു എന്ന് വെച്ചാൽ വംശപരമ്പര, അതാണ് പ്രജാതന്തു. തന്തു എന്ന് വെച്ചാൽ നൂല്, പ്രജാതന്തു എന്ന് വെച്ചാൽ ആ നൂല് പോലെ കോർത്തിണക്കിയ ആ പരമ്പര, അതാണ് പറയുന്നത്. അല്ലെ, വംശപരമ്പരയെ മാ വ്യവച്ഛേസിഹി, അതിനെ നീ വിട്ടുകളയരുത്. അതാണ് മാ വ്യവച്ഛേസി. അതായത് വംശപരമ്പരയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമ. ഇപ്പൊ ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥി പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഒന്നെങ്കിൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾ ചെയ്ത് ധാർമ്മികമായ രീതിയിൽ സമ്പത്തുണ്ടാക്കി, അല്ലെ, കൃഷി ചെയ്തോ വാണിജ്യം ചെയ്തോ അങ്ങനെയുള്ള രീതികളിൽ സമ്പത്തുണ്ടാക്കി അതുകൊണ്ട് നമ്മളുടെ സമ്പാദ്യത്തിന്റെ, അല്ലെ, 100-ൽ ഒരു അംശം, 100 രൂപ സമ്പാദിച്ചെങ്കിൽ 1 രൂപയെങ്കിലും എന്താണ് നമ്മൾ പഠിപ്പിക്കുന്ന ആ ആചാര്യന് കൊടുക്കണം. അല്ലെ, കാരണം അവർക്കും അവരുടെ ശരീരം നിലനിർത്തണം. അല്ലെ, പിന്നെ അവരുടെ മുന്നിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെയും സംരക്ഷിക്കേണ്ടത് ആചാര്യന്റെ കടമയാണ്. അതുകൊണ്ട് നമ്മൾ അത് ചെയ്യണം. മാ വ്യവച്ഛേസ്, അതിനൊരു അമാന്തവും വരുത്, അത് വിട്ടുകളയരുത്. അടുത്തത് സത്യാന്ന പ്രമതിതവ്യം, അതായത് സത്യത്തിന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കൽ. അതാണ് സത്യാന്ന പ്രമതിതവ്യം. അതായത് സത്യസന്ധമായ രീതിയിൽ പണം സമ്പാദിക്കണം, ധാർമ്മികമായി ജീവിക്കുക. ഇല്ലേ, നമ്മൾ അതാണ് 100 രൂപ സത്യസന്ധമായി സമ്പാദിച്ചാലേ നമുക്ക് 1 രൂപ കൊടുക്കാൻ അർഹതയുള്ളൂ. അല്ലെ, അപ്പൊ അധാർമികമായ രീതിയിൽ പണം സമ്പാദിക്കുകയാണെങ്കിൽ അത് കൊടുക്കരുത്. അത് ആ വംശപരമ്പരയ്ക്ക് തന്നെ നാശമാണ്. ഇല്ല, അവരൊക്കെ ആ പാപം ഏറ്റുവാങ്ങേണ്ടവർ. അതുകൊണ്ട് എന്താണ്, സത്യത്തിന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുക, സത്യസന്ധമായി ആ വിവാഹം കഴിക്കുക, അല്ലെ, പുത്രപൗത്രന്മാരെ നോക്കുക, അങ്ങനെയുള്ള രീതിയിൽ. അതാണ് നോ ഡോണ്ട് നെഗ്ലക്ട് ദ പാത്ത് ഓഫ് ട്രൂത്ത്. അതാണ് സത്യാന്ന പ്രമതിതവ്യം. എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും, യാചിക്കേണ്ടി വന്നാലും എന്താ, നമ്മൾ മോഷ്ടിക്കുവാനോ അല്ലെങ്കിൽ അധാർമികമായ രീതിയിൽ പണം സമ്പാദിക്കുവാനോ പോകരുത്. അതാണ് സത്യാന്ന പ്രമതി. അടുത്തത് ധർമാന്ന പ്രമതിതവ്യം, അതായത് ധർമ്മ ആചാരത്തിൽ നിന്നും, അല്ലെ, എന്നോട് ഇതൊക്കെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ച എന്തോ ഭാര്യയെ നോക്കണം, കുട്ടികളെ നോക്കണം, അതാണ് അവന്റെ ധർമ്മം. അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ എന്ന് പതിയെയും പുത്രന്മാരെയും സംരക്ഷിക്കണം. അപ്പൊ അത് ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മളുടെ കടമകളിൽ നിന്ന് ഓടി ഒളിക്കരുത്. ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചാൽ അത് ചെയ്യണം.
അല്ല പിന്നെ പ്രവേശിക്കരുത്. പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. പ്രവേശിച്ചു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോ എന്താ മടുപ്പ് വരും. അങ്ങനെയാവും. പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം, എനിക്ക് ഇത് വേണോ വേണ്ട. വേണമെന്നാണ് ഞാൻ തീരുമാനിക്കുന്നതെങ്കിൽ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുക. അതാണ്. ഏത് ആശ്രമവും നല്ലത് തന്നെയാണ്. ഗൃഹസ്ഥാശ്രമമാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ, അല്ലെ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് ഏറ്റവും ഭംഗിയാക്കുക, അതില് 100% പെർഫെക്റ്റ് ആകുക. അത് നമുക്ക് പുണ്യം ഉണ്ടാക്കി തരും. അത് നമ്മൾക്ക് മോക്ഷമുണ്ട്. ആരും വിചാരിക്കുക അയ്യോ ഗൃഹസ്ഥാശ്രമിക്ക് മോക്ഷം, അങ്ങനെയേ ഇല്ല. ഏറ്റവും പണ്ടത്തെ കാലത്ത് ഈ മഹർഷിമാരെല്ലാം ഗൃഹസ്ഥരായിരുന്നു. ഗുരുകുലം നടത്തിയിരുന്ന എല്ലാ ഗുരുക്കന്മാരും ഗൃഹസ്ഥരായിരുന്നു. അവരൊക്കെ മഹാത്മാക്കളായി ഇന്നും നമ്മൾ അവരെ സ്മരിക്കുന്നുവെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠം ഗൃഹസ്ഥാശ്രമം. കാരണം ഗൃഹസ്ഥാശ്രമിയാണ് മറ്റു ആശ്രമികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ ആധാരം അവരാണ്. അവരുണ്ടെങ്കിലേ മറ്റു ആശ്രമികൾക്ക്, ബ്രഹ്മചാരിക്ക് നിലനിൽക്കുള്ളൂ, അല്ലെ, വാനപ്രസ്ഥിതി സന്യാസിക്കും ഒക്കെ നിലനിൽക്കാൻ സാധിക്കും. ഏറ്റവും ശ്രേഷ്ഠമായ ആശ്രമം ഗൃഹസ്ഥാശ്രമം തന്നെയാണ്. അതിലേക്ക് പ്രവേശിച്ചാൽ എന്താണ്, അതിലൊരു അധർമ്മവും അരുത്. നമ്മള് അമ്മയുടെ കടമ ചെയ്യുക, അച്ഛന്റെ കടമ ചെയ്യുക, പുത്രന്റെ കടമ ചെയ്യുക, ഇതൊക്കെ നമ്മൾ ചെയ്യുക വേണം. അതാണ് ധർമ്മ ന പ്രമദിതവ്യം. ധർമാചരണത്തിൽ നിന്നും ഒരു പ്രമാദവും ഒരു ആലസ്യവും ഉണ്ടാകും. കുശലാന്ന പ്രമദി. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ്, കുശലാന്ന പ്രമദിത. അതായത് അവനവന്റെ ശരീര സംരക്ഷണത്തിൽ നിന്നും അമാന്തമരുത്. കുശല ന പ്രമ, അല്ലെ, ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞു തരുന്നു. സാധാരണ എങ്ങനെയാണ് നമ്മൾ ഗുരുകുലം വിട്ടുപോയ പിന്നെ ജോലിയായി, കടമകളായി, അല്ലെ, ഒരുപാട് പ്രാരബ്ധമായി. അപ്പൊ എന്താ എല്ലാവരും ചെയ്യുന്ന എന്താ, അവനവനെ സംരക്ഷിക്കാൻ അത് മറക്കും. നമ്മൾ വേണ്ട സമയത്ത് കുളിക്കുക, വേണ്ട സമയത്ത് നമ്മുടെ ശരീരത്തിനെ പോഷിപ്പിക്കുക, അതിന് വേണ്ട സമയത്ത് ആഹാരം കൊടുക്കുക, അല്ലെ, വേണ്ട സമയത്ത് വേണ്ട അത്ര അളവിൽ ആഹാരം കൊടുക്കുക, ജലം കൊടുക്കുക, അല്ലെ, നല്ല ഭംഗിയായി നടക്കുക, വൃത്തിയായി നടക്കുക. ഇതൊക്കെയാണ് ശരീര സംരക്ഷണം. കാരണം എന്താ, എങ്കിലേ എനിക്ക് എന്താ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥിയോ സന്യാസിയോ ആകുമ്പോഴെന്താ എന്റെ ശരീരം ആരോഗ്യമുള്ളതായിരിക്കും. അല്ലെങ്കിൽ എന്താ, എനിക്ക് മോക്ഷഗതിക്ക് വേണ്ടി എന്റെ കടമകളൊക്കെ ചെയ്ത് മക്കളെയൊക്കെ ഒരു കരക്ക് എത്തിച്ചു കഴിയുമ്പോ എന്താ നമ്മുടെ ആരോഗ്യമെല്ലാം നശിക്കും. പിന്നെ ആ മോക്ഷഗതിക്ക് അത് തടസ്സമാണ്. പിന്നെ എനിക്ക് പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ, അല്ലെ, ഭഗവത് നാമം ഉരുവിടാനോ ഒന്നും സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമ്മള് ആരോഗ്യം തീർച്ചയായിട്ടും സംരക്ഷിക്കണം. കുശലാന്ന അവനവന്റെ ശരീര സംരക്ഷണത്തിന് ഒരു അമാന്തവും വരുത്. അത് ധർമ്മം തന്നെയാണ്. ഭൂത്യേന പ്രമദിതവ്യം. ഭൂത്യേ, അതായത് ജീവിതത്തിൽ ഉണ്ടാകുന്ന മുന്നേറ്റങ്ങൾ. ഇപ്പൊ നമ്മള് ഒരു 30 വയസ്സിന് എനിക്ക് ഒരു മാസം ഒരു 1000 രൂപയെ സംരക്ഷിക്കാൻ പറ്റും. 31 വയസ്സാകുമ്പോ അത് 2000 ആക്കണം, അല്ലെ, 40 വയസ്സാകുമ്പോ അത് 10,000 ആക്കണം. അങ്ങനെ അങ്ങനെ വളർത്തി വളർത്തി. കാരണം എന്താ, അങ്ങനെ ചെയ്താലേ എനിക്ക് എപ്പോഴും നല്ല ആക്റ്റീവായിരിക്കാൻ സാധിക്കും. അതുമല്ല, എന്റെ ധാർമ്മികമായ ഞാൻ ഉണ്ടാക്കുന്ന പണം എനിക്ക് കുടുംബത്തിന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റും, ചിലവഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് ധാർമ്മിക പ്രവർത്തികൾക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ 100 രൂപയെ സമ്പാദിച്ചോളൂ, എനിക്ക് 110 രൂപയും ചെലവാണെങ്കിലോ പിന്നെ എങ്ങനെ ഇവിടെ ധർമ്മം, അല്ലെ. അപ്പൊ അമാന്തം വരുത്. നല്ല ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ആക്റ്റീവായിരിക്കണം. എപ്പോഴും എന്താ ചോര ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം. നല്ല പ്രസരിപ്പോടുകൂടി, ഊർജസ്വലതയോടുകൂടി അവനവന്റെ കടമകൾ ചെയ്യണം. അതാണ് പറയുന്നത് ഭൂത്തേന പ്രമദിത. നമ്മൾ ഊർജ്ജസ്വലരാണെങ്കിൽ എന്താ, നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്കുകയാണ്, അല്ലെ. നല്ല എക്സസൈസ് ചെയ്യുക, വ്യായാമം ചെയ്യുക, നടക്കുക, ഓടുക, അല്ലെ, അല്ലാണ്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കാതെ. അതൊക്കെ നമ്മൾക്ക് പിന്നീട് ജീവിതത്തിൽ നല്ലതേ തരികയുള്ളൂ. അതുകൊണ്ട് എന്താണ്, എപ്പോഴും നല്ല ഉത്സാഹത്തോടു കൂടി ഇരിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന മുന്നേറ്റങ്ങളിൽ നിന്നും പ്രമാദം വരും. അതായത് ലേസി ആയിട്ട് ജീവിക്കരുത്, മടിയനായിട്ട് ഇരിക്കരുത്. ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ എന്താണ്, അവർ നല്ല ആക്റ്റീവ് ആയിരിക്കണം. അതാണ്, ഒന്നിനും ഒരു മടി പാടില്ല. ബുദ്ധേന പ്രമദിതവ്യം.
അടുത്ത വാക്ക് സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. സ്വാധ്യായം ചെയ്യുന്നത്, സ്വാധ്യായം എന്ന് വെച്ചാൽ സെൽഫ് സ്റ്റഡി. പ്രവചനം അല്ലെ? പ്രവചനം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പഠിച്ച കാര്യം ഒരാൾക്കെങ്കിലും പകർന്നു കൊടുക്കുക, അതാണ് അധ്യാപനം. അതാണ് പ്രവചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ കുട്ടികൾക്ക്, പേരക്കുട്ടികൾക്കോ, അല്ലെങ്കിൽ ആരെങ്കിലും വീടിനടുത്തുള്ളവരോ, ആരെങ്കിലും. ഇപ്പൊ ആരുമില്ലെങ്കിൽ ഞാൻ എനിക്ക് തന്നെ പഠിപ്പിച്ചു. അല്ല, ഞാനാണ് ആദ്യത്തെ ശ്രോതാവ്, കേൾക്കുന്നയാൾ. അതുകൊണ്ട് ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കും, ഉറക്കെ പഠിക്കുക, ഞാൻ തന്നെ കേട്ടോളൂ. അതൊക്കെ എനിക്ക്, അതിനും സമയം കണ്ടെത്തുക, അല്ലെ? അതാണ് പറയുന്നത് സ്വാധ്യായ പ്രവചനാഭ്യ ന പ്രമദിതവ്യം. അതിനൊരു നെഗ്ലിജൻസും പാടില്ല, സ്വാധ്യായത്തിനും പ്രവചനത്തിനും. ഇപ്പോൾ എത്ര സമയം നമ്മൾക്കില്ലെങ്കിലും എന്താണ്, നമ്മുടെ സ്വാധ്യായം മുടക്കരുത്, അല്ലെ? നമ്മളുടെ പഠനം, അധ്യയനവും അധ്യാപനവും മുടക്കരുത്. പിന്നെ നമ്മൾ ഒന്നിനും പ്രമാദമരുത്. നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കണം, ആരോഗ്യം സംരക്ഷിക്കണം, പുത്രപൗത്രന്മാരെ സംരക്ഷിക്കണം, നേരായ മാർഗത്തിൽ ധർമ്മം ആചരിക്കണം. ഇതാണ് ഗുരുകുലം വിട്ടുപോയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കടമ. അതാണ് പറഞ്ഞു തരുന്നത് 19ാം അനുഭാഗം. നമുക്ക് ഒന്ന് പാരായണം ചെയ്യാം, ബാക്കി നാളത്തെ ക്ലാസ്സിൽ കാണാം. വേദമനൂജാചാര്യോന്തേവാസിന മനുഷാസ്തി സത്യം വധ ധർമ്മം ചര സ്വാധ്യായാന്മാ പ്രമദഃ ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവചേസീഃ സത്യാന്ന പ്രമദിതവ്യം ധർമാന്ന പ്രമദിതവ്യം കുശലാന്ന പ്രമദിതവ്യം ഭൂതേന പ്രമദിതവ്യം സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. ഓം ശം നോ മിത്ര ശം വരുണഃ ശം നോ ഭവത്വര്യമാം ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണുരുക്രമഃ. നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.